നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുതൽ ഒരു സന്ധ്യയാണിത്. ഈ സിനിമ നമ്മളെല്ലാവരും ഒന്നിച്ച് 37 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കാണുകയാണ്. ഈ സിനിമയുടെ ഇന്ന് നമ്മൾ കണ്ട വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷനാണ്. ഇത് നമ്മൾക്ക് വേണ്ടി ചെയ്തത് NFDCയും NFIAയുമാണ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ചെയ്ത അവരുടെ മലയാളത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമയാണത്. ഇത് കഴിഞ്ഞ IFFAയിൽ നമ്മളുടെ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. ഇത് 35 മിനിറ്റ് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്, ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. അത് അതേപോലെ അതേ ക്വാളിറ്റിയിൽ തന്നെ അവർ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള മറ്റു ഒരു എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമ അഭിനയത്തിൽ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു സിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും സിബിയുടെ സിനിമയിലായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് ഇതിൽ നിന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പ് പിറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിനിമയിൽ ചോദിക്കായിരുന്നു, ഇങ്ങനെ ഒരു സിനിമ ആരെങ്കിലും ഇതിങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമയാണ്. പക്ഷെ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടെ അതിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച, ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ നോക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി, ആശംസ. കുറച്ചൊരു ഞാൻ ഇൻ്റർവെല്ലിന് ആ സമയത്താണ് വന്നത്. എന്നാലും എനിക്ക് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാണ്. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല. ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു സബി, താങ്ക് യു കുമാർ, ഉണ്ണി, ദിനേഷ്, സാർ, എല്ലാവർക്കും താങ്ക്സ്. കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ആഘോഷമായിട്ട്, ഈ 37 വർഷത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് നമ്മൾ ലോഹിയുടെ 2 മക്കളുണ്ട്, കുഞ്ഞണ്ണി, ചക്ര, ഷോബി, തിരുവഞ്ചാട്ടുമാനുണ്ട്. ഷോബി ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കേക്ക് 37 വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കേക്ക് ഇവിടെ മുറിക്കുകയാണ്. എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്.